ദ വുമൻ ഓഫ് ജസ്റ്റിസ്. കോടതി മുറികളിലെങ്കിലും നാം കാണുന്ന പരമോന്നതമായ നീതിയുടെ പ്രതിരൂപമായ ഗ്രീക്ക് ദേവത. ഇപ്പോൾ എനിക്ക് മുമ്പിലും ഒരു കറുത്ത റിബണുണ്ട്. ഞാനത് കെട്ടേണ്ടത് സത്യത്തിന് വേണ്ടിയോ അതോ നന്മയ്ക്ക് വേണ്ടിയോ? മാധ്യമപ്രവർത്തകനാവുക എന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ജീവിതം ഒരുപാട് നേർക്കാഴ്ചകളിലേക്കുള്ള യാത്രകളായിരിക്കുമെന്ന് ഉറപ്പായിരുന്നു. മണ്ണ്, ഭാഷ, നിറം എല്ലാം ഒന്നിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് നാടുകൾ. കണ്ടതും അറിഞ്ഞതുമെല്ലാം പകർത്തി എഴുതുവാൻ മിടുക്കുള്ളവനാക്കി തീർത്തവർക്ക് വേണ്ടി ഒടുവിലൽപ്പം ഭയത്തോടെ അല്ലാതെ ആരും കടന്നു പോകാത്ത ഈ പാതയിൽ ഞങ്ങളത് റൂട്ടെങ്ങനെ മാറിപ്പോയാ? ചോദിക്കാൻ കേട്ടീനെ അവിടെ കാണാനില്ല. പോയേ നമ്മള് പോസ്റ്റായിട്ടാ ഒരൈഡിയയും കിട്ടില്ലേ. നീ ഇവിടെ വന്നിട്ടുള്ളതല്ലേ? അതൊക്കെ ഒരുപാട് പണ്ടല്ലേ. ഇതിപ്പോ ടോട്ടൽ ഏരിയ മാറിപ്പോയില്ലേ. ഇനിയിപ്പോൾ എത്ര ദൂരം ഉണ്ടാവുമോ എന്തോ. പെട്രോൾ ആണെങ്കിൽ തീരാറായി. ഇതിപ്പോ ആരോടൊന്ന് ചോദിക്കാ. ആ ദേ പോണൊരുത്തൻ. ചേട്ടാ ചേട്ടാ ചേട്ടോ ചേട്ടാ ചേട്ടോ. ഇവിടുന്ന് ഈ 6 മൈലിലേക്കുള്ള ദൂരം എത്രയാണെന്ന് അറിയാം? 6 മൈൽ. ഈ 6 മൈലേ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന്? அண்ணா இங்கிருந்து 6 மைலுக்கு அவ்வளோ தூரம் இருக்கு. புரிஞ்சிருச்சு. ஆனா நீங்க தனியா போனா கிடக்க மாட்டேன். கவலைப்படாத, நான் இருக்கல. எந்த மாதிரி ஐட்டம் வேணும் சார்? அழகா சிவப்பா இருக்கு. இல்லைன்னா புதுசா கூட வந்திருக்கு சார். நானே செய்து கொடுக்குறேன். என்ன சார், ஓகேவா? நில்லுங்க சார், நில்லுங்க. அட்ஜஸ்ட் பண்ணி கொடுக்குறேன். நில்லுங்க சார், பார்த்துட்டு சொல்லுங்க சார். போ புள்ளிப்பு புற வரும். ഏത് ചൊറിഞ്ഞവനാണോ കാണിയേണ്ടത്? മൊത്തത്തിൽ പോസ്റ്റാണല്ലോ. ഫോണിലാണെങ്കിൽ റേഞ്ചും ഇല്ല. നിന്റെ ഫോണിൽ റേഞ്ച് ഉണ്ടോ നോക്കി. അപ്പം അതും പോയാ. ആദ്യം വഴി തെറ്റി, അത് കഴിഞ്ഞ് തമിഴ് ഭ്രാന്തൻ. ഇപ്പോൾ ഇത് പെട്രോളും തീർന്നു, സിഗ്നലും ഇല്ല. മൊത്തത്തിലേ കുഴപ്പം പിടിച്ച നാടടാ അത്. എന്ത് ചെയ്യണത്? ഒരു കാര്യം ചെയ്യാം, ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് നടക്കാം. ഇത് എവിടേക്ക് ചേട്ടാ നടക്കണേ? മിക്കവാറും ആ വെട്ടം കാണുന്നുണ്ടോ, അത് പള്ളിയായിരിക്കും.
ഉവ്വ ഉവ്വ. ഈ കാട്ടിലേക്ക് ആരാണ് പള്ളി കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കണേ? ഇപ്പം എങ്ങനെ എത്തുമോ? നമ്മുടെ പിന്നിലാരുണ്ടോട്ടെ? എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. നിനക്ക് തോന്നിയതാ? ആരുമല്ലേ, തോന്നിയതായിരിക്കും. എന്താ? സത്യായിട്ട് നമ്മുടെ പുറകിൽ ആരുണ്ടോ? നീ നോക്കി. അയ്യോ അയ്യോ, പട്ടി. അത് സീൻ കണ്ട ആരായാലും പേടിക്കൂട്ടാ. പേടിക്കും പേടിക്കും. ഈ പട്ടിയും പ്രേതെന്നൊക്കെ പറഞ്ഞ ഒരേ കൂട്ടാട്ടാ. അത് നീ മറക്കണ്ട, ആരായാലും പേടിക്കും. എടാ, ഇതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമാ. സത്യത്തിൽ ഈ പ്രേതവും ഭൂതമൊന്നുമില്ല. ഇതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന. നിന്നെപ്പോലുള്ള കുറെ മണ്ടന്മാരത് വിശ്വസിക്കും. കുറച്ച് ചുറ്റിയല്ലേ? ചേട്ടി ആ സമയത്ത് ആരും ആ വഴി വരാറില്ല. അതെന്താ ഫാദർ? ഏയ് ഒന്നുമില്ല. എന്തായാലും അപകടം കൂടാതെ എത്തിയല്ലോ. റോയുടെ കഴിഞ്ഞ മാസത്തെ ടീനേജേഴ്സിനിടയിലെ സോഷ്യൽ നെറ്റ്വർക്ക് ഉപയോഗങ്ങളെക്കുറിച്ചുള്ള ഫീച്ചർ നന്നായിരുന്നു. കുര്യൻ സാറിനെ എങ്ങനെ അറിയാം? ഞങ്ങൾ ഒരുമിച്ച് മനോരമയിലുണ്ടായിരുന്നു. ആ പരിചയം. പിന്നെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് കൂടാറുണ്ട്. ഒരു പരിചയം പുതുക്കൽ. പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത ജീവിതമായിരുന്നു അത്. പിന്നെന്തുണ്ടാച്ചോ എഴുത്ത് വിട്ട് ഈ ഗെറ്റപ്പിലേക്ക് മാറിയേ? ഞാൻ സഞ്ചരിക്കേണ്ടത് ഈ പാതയിലൂടെയാണെന്ന് തോന്നി. വിശ്വാസികൾക്ക് വേണ്ടി. പിതാവിന്റെ നിർദ്ദേശം. ഇവിടെയായിട്ടിപ്പോ 7 വർഷം. അപ്പോ 7 വർഷമായിട്ട് ഫാദറിന് 6 മൈൽ നേരിട്ടറിയാം. വാസ്തവത്തിൽ എന്താണച്ചോ ഈ 6 മൈൽ? ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള 6 മൈൽ ഞാനും ശ്രദ്ധിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി പാർത്ത കുറെ തമിഴർ. ഇപ്പോൾ 30ഓളം കുടുംബങ്ങൾ കാണും. റോഡ് സൈഡിൽ കുടിലുകെട്ടി കല്ലുകുത്തുന്നവർ. ആ പരിസരങ്ങളിലുണ്ടായിട്ടുള്ള അപകടങ്ങൾ, ദുർമരണങ്ങൾ. പലരും പറയുന്നു അവിടെ അങ്ങനെയൊന്നുണ്ടെന്ന്. ഒരു റിയൽ സോൾ,
പച്ചയായി പറഞ്ഞാൽ പ്രേതം. എന്ന് ചോദിച്ചാൽ വ്യക്തമായൊരു ഉത്തരമില്ല. പലരും പൊരുളറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോ നിങ്ങളും. ഇന്നത്തെ കാലത്ത് ആരാണ് ഫാദർ ഇതൊക്കെ വിശ്വസിക്കുന്നത്? എനിവേ, രണ്ടുപേരും ഒന്ന് ഫ്രഷായി വിശ്രമിക്കൂ. സോ ഫാദർ, വാട്ട് ഡു യു ബിലീവ്? ഈസ് ഗോസ്റ്റ് എക്സിസ്റ്റ്? Ghost? If the term means spirit beings, the answer is a qualified yes. If the term means spirit of who have died, the answer is no. എന്തായാലും ചോര കൊണ്ട് നനഞ്ഞ 6 മൈലിലെ പാതയിലൂടെ ഞങ്ങളും അല്പം സഞ്ചരിച്ച് നോക്കാം, അല്ലേ ഫാദർ? ആറാം മൈലിനെ പറ്റി പറയുന്നവർക്കെല്ലാം ഏകദേശം ഒരു രൂപരേഖ തരാനേ കഴിഞ്ഞുള്ളൂ. പക്ഷേ എനിക്കത് പോരായിരുന്നു. അതുകൊണ്ട് തന്നെ കോളനി നിവാസികളെ നേരിട്ട് കാണാൻ തീരുമാനിച്ചു. பேய் இருக்குது. நான் நிஜமான பார்த்தேன். ஏத்து பேய் பார்த்தேன், சரியான பேய். ஒரு 6-6.5 அடி உயரம் இருக்கு. பின்னாடி யாரோ வர்ற மாதிரி தெரிஞ்சிச்சு. திரும்பி பார்த்தா யாருமே காணாது. அந்த ஆறுக்கு முன்னாடி தான் பார்த்தேன். ஆனால் முன்னாடி திடீர்னு வந்துச்சு, ஆனால் மறைஞ்சு போச்சு. இந்த வழியே அங்கே ஒரு லைட் போஸ்ட் இருக்குது. அந்த பக்கத்தில் ஒரு கருப்பு சீலை கட்டிட்டு என்னை பயப்படுத்திட்டேன். இன்னும் முன்னாடி திரும்பி அடிச்சு படிச்சு பார்த்து அப்படி பயந்து போயிட்டேன். கண்ணெல்லாம் சிவப்பா நெருப்பு மாதிரி இருக்குது. ஆனால் உண்மையாக இருக்குது சார் பேய். வாயில் மூஞ்செல்லாம் ரத்தம் இருக்குது. அப்படியே பல்லு வெளிக்காமிச்சு அப்படியே பயன்படுத்தினேன் சார். பார்த்து அப்படி பயந்து போயிட்டேன், சரியான பேய்ப்பா. ഇത് വലിയ സീനട്ടാ. ഈ സ്റ്റോറിയൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇവന്മാരൊന്നും തോന്നലാണെന്ന് പറഞ്ഞാൻ പറ്റില്ലാട്ടാ. ഇനിയിപ്പോ മൂപ്പനെ കാണണ ഇതൊക്കെ തന്നെയായിരിക്കും ആൾക്കും പറയാനുള്ളത്. ചിലപ്പോ ഇതല്ലാതെ മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ? ഇന്നിന് വേണോ? നേരം ഇരുട്ടി തുടങ്ങിട്ടാ. നിനക്കെന്താ പേടിയുണ്ടോ? நீங்க கேட்டதுதான் சத்தியம். அதோட எனக்கு പറയാ அப்படி ஒன்றும் இல்லை. எல்லா டிவி பத்திரிகை கூட வந்ததല്ലേ. മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെക്കുറിച്ചല്ല ഞങ്ങൾക്കറിയേണ്ടത്, 6 മൈലിലെ സത്യങ്ങളെക്കുറിച്ചാണ്. പ്രേതം ഇருக்கு. അതിനാലല്ലേ കുറെ പേര് ഇങ്ങ ചത്തത്. കൂട്ടക്കാർക്കിടയിൽ മൂപ്പൻ കുടിയേറ്റം മുതൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്ന ആളാണല്ലോ. ഏതൊരു പ്രശ്നത്തിനും ഒരു കാരണം കാണില്ലേ? അതെന്താണെന്ന്. മല്ലി, യാരത്?
செந்திலா, ஆமாப்பா. உன்னோட எத்தனை வாட்டி சொல்லிருக்கடா இங்க வரக்கூடாதுன்னு. ஓட எரும மாடு. താളല്ലേ? ആരാണിത്? കണ്ടിട്ട് നോർമൽ അല്ലെന്ന് തോന്നുന്നു. ஆமா, பிராந்து. அந்த நாய் சாவும் வரைக்கும் அப்படிதான் இருக்கணும். കൊള്ളാം. പേ ഉള്ള ഇടത്തില് അതേപ്പറ്റി കഥകളും ഇരിക്കും. ആനാ ഇത് അന്ത മാതിരിയല്ലേ. நீங்க ചോദിച്ചില്ലേ 6ஆம் மைலோட சத்தியம். இப்ப உங்களை பார்த்த அந்த பிராந்தம் கூட இந்த கிராமத்தை இப்படி ஆக்கிட்ட. என் அக்கா பொண்ணு செல்வி ரொம்ப அழகான பொண்ணு. எல்லாரும் பாசமாக வளர்த்தட்டே. அவளை இந்த செந்தில் கல்யாணம் பார்த்து வந்தாச்சு. நல்லா உழைப்ப, வேலை இருக்கு, காசும் இருக்கு. അതുകൊണ്ട് അവനക്ക് കല്യാണം ചെയ്തു കൊടുത്തു. അവൾക്ക് ഗർഭമായി ഇരിക്കുമ്പോതുതാൻ ചെന്തിലുക്ക് നിജമാവ എന്ന വേലയെന്ന് തെരിഞ്ഞത്. ரொம்ப കാശ് കിടക്കുന്ന അവൻ എതവ ചെയ്യും. അന്നേക്ക് ഒരു രാത്രി ഇല്ല സാർ, നൈറ്റ് എവ്വളോ ചീണ്ടൊക്കെ കിടക്കാറ്. എന്നെ അണ്ണാ എങ്ങനെയെങ്കിലും നോക്ക്, കാശ് എത്ര വേണേലും തരാം. എടാ ഒന്ന് പറയടാ. നോക്കണ്ണ. അതല്ലേ யாரும் இருக்காது. என்ன பண்றது? போ, நாளைக்கு செட் பண்ணி கொடுக்கறேன். എന്റെ അണ്ണാ, നിങ്ങൾ വിചാരിച്ച എല്ലാം നടക്കും. கிளம்பு சார், கிளம்புங்க சார். நீங்க கிளம்பு சார், നിങ്ങൾ கிளம்பு നോക്കൂ. கிளம்பு. കാശ് എത്ര വേണമെങ്കിലും തരാം. இப்ப என்ன பண்றது? എന്റെ അണ്ണാ, നീങ്ക വിചാരിച്ച എല്ലാം നടക്കും. சாப்பாடு எடுத்து வச்சுட்டேன். யாரது? யாரு நீங்க எல்லாம்? வெளி போ. யாரு? வெளி போயிடு. அண்ணா, 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 ஓ, அண்ணா, யாரது? யாரது நீங்க எல்லாம்? ஒண்ணும் பண்ணாத. போயிடு, வெளி போயிடு. அண்ணா, 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 காப்பாத்துங்க. யாரும் இல்லையா? காப்பாத்துங்க. யாரும் இல்லையா? யாராவது காப்பாத்துங்க. அண்ணா, அண்ணா, ரொம்ப ஆசை குழந்தையா குடும்பம் நடத்தணும்னு. எவ்வளவு வலி தாங்க முடியாத போயிட்ட. அவளோட ஆசை சேர்க்காம தான் போயிட்ட. இல்ல, போகல. அவளே தான்
செந்தலோட நிலைமை கண்டில்லையே. அதுக்கப்புறம் எத்தனை பேரை சாவடிச்சுட்டு கோபம் இன்னும் போகல. அப்பா சமயம் ஆச்சு, காவில எல்லாம் சேர்க்கணும். தான் வந்துட்டேன். இன்னைக்கு காவில பூஜை. யாரும் ராத்திரி கிராமத்தை விட்டு வெளியே போகக்கூடாது. உயிருக்கு ஆபத்து. நீங்க 2 பேரும் சீக்கிரம் போய் சேருங்க. ഈ ഉള്ളൊക്കെ വെച്ച് സ്റ്റോറി ചെയ്താ ഇപ്പോഴത്തെ റൈറ്റിംഗ് ഒന്നും കുറവുണ്ടാവില്ല കേട്ടാ. പിന്നെ എന്തുട്ടാ നമുക്ക് ഇപ്പൊ ആവശ്യമില്ലാത്ത പരിപാടി? നീ എന്തുട്ടാ കുത്തിക്കൊണ്ടിരിക്കണേ? ആവശ്യമുള്ളതിനേക്കാളുപരി നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട. എൻ്റെ അച്ചോ, തീയില്ലാതെ പുകയുണ്ടാവില്ല കേട്ടാ. ഒരാത്മാവും കുന്തും അല്ലെങ്കിൽ പിന്നെ എന്തുട്ട് ചേമ്പ് പറിച്ചിട്ടാണ് അച്ചോ അവിടെ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാവണേ? റോയ്, ഇത്രയും പേർക്ക് വെറും തോന്നലാണെന്ന് പറഞ്ഞു തള്ളുന്നത് വിഡിത്തമാണ്. എന്തോ ഒരു അദൃശ്യ ശക്തി അവിടെയുണ്ട്. ഇനി എന്തുട്ട് സത്യം എന്ന് വെച്ചാ നീ നേരിട്ടങ്ങടെ അന്വേഷിക്കേ. വാങ്ങിക്കുന്ന ശമ്പളത്തിന്റെ ആത്മാർത്ഥതയ്ക്ക് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് കുറച്ചു കാലം അടക്കം ജീവിച്ചേക്കൊള്ളുന്ന ആഗ്രഹമുണ്ട്. എന്നെ അങ്ങോട്ട് വിട്ടേക്ക്. സജി, എന്റെ പൊന്നച്ഛ, ഇവന് ചെയ്യാനുള്ളതൊക്കെ ഇവൻ അങ്ങോട്ട് ചെയ്തോളും. മനുഷ്യനെ പ്രാന്തം. എന്തായാലും വന്ന പോലെ 2 പേരും ശാന്തരായി തിരിച്ചു പോകും. ഇത് വലിയ സീനട്ടാ. ഈ സ്റ്റോറിയൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇവന്മാരൊന്നും തോന്നലൊന്നും പറഞ്ഞാലും പറ്റാട്ടാ. பிரேதம் இருக்கு. அதனாலே கூட பேர் இங்க சத்தம் இருக்குது. நான் நிஜமான பார்த்தேன். வாயில மூஞ்சியெல்லாம் ரத்தம் இருக்கு. அப்படியே பல்லு வெளிகாமிச்சு அப்படியே பயன்படுத்தினேன் சார். இன்னைக்கு காவல் போகக்கூடாது.
എന്നെപ്പോലെ ചിലരെങ്കിലും ഉണ്ടാകും. ഒരുപക്ഷെ ഞാൻ അറിഞ്ഞതും വിശ്വസിച്ചതുമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ ശക്തിയായിരിക്കാം എന്നെക്കാൾ മുമ്പ് പറഞ്ഞവരുടെ വാക്കുകളെ തിരസ്കരിച്ചത്. നാളുകൾക്കപ്പുറം മുത്തശ്ശി കഥകൾ കേൾക്കാൻ കൊതിക്കുന്ന കുട്ടികളുണ്ടാകുമെങ്കിൽ അവർക്കുള്ളിൽ 6-ാം മൈൽ പേടിപ്പിക്കുന്ന കഥകളുടെ നാടായി മാറുമെന്ന് ഉറപ്പാണ്. ഇനിയും ആളുകൾ അതിലെ പോയേക്കാം. ഇരുട്ടിൽ ഭീതി പടർത്തുന്ന 6-ാം മൈലിനെ അറിയാൻ ശ്രമിച്ചേക്കാം. സൂക്ഷിക്കുക പുകമറയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ. കാരണം 6-ാം മൈലിലെ ആ അദൃശ്യ ശക്തി ആളുകൾ പറഞ്ഞു നടക്കുന്ന വെറുമൊരു കഥയല്ല. ജീവിതത്തിൽ ആദ്യമായി എൻ്റെ കൈകളിലും എഴുത്തിലും കറുത്ത മഷി പുരണ്ടിരിക്കും. ആ കൈകൊണ്ട് യഥാർത്ഥ സത്യത്തെ മറച്ചു പിടിക്കാൻ എനിക്ക് എളുപ്പമായിരുന്നു. എൻ്റെ വിശ്വാസം തന്നെയാണ് ശരിയെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന ആ സത്യം. ഇത്രയും നാൾ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് നീ ഉണ്ടാക്കിയെടുത്ത ഇരുട്ടില്ലേ, എന്നെപ്പോലുള്ളവരുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യാൻ നീ ഉണ്ടാക്കിയെടുത്തത്, അതിന് ഈ രാത്രി കൂടി ആയുസ് കൽപ്പിച്ചത്. ഇതിങ്ങനെ കൺമുന്നിൽ കാണിച്ചു തരുന്നവർ ആളുകളെ കൊലയ്ക്ക് കൊടുത്തിട്ട് നിനക്ക് എന്ത് രസമാണ് കിട്ടിയത്? ഈ ചെയ്തു കൂട്ടിയാനൊക്കെ നീ അനുഭവിച്ചേ മതിയാവും.
പ്രേതം, മണ്ണാങ്കട്ട. എല്ലാവരെയും പൊട്ടന്മാരാക്കിയ നിന്റെ ഈ പ്രേതകഥ നാട്ടുകാർ മൊത്തം അറിയട്ടെ. അവളുടെ ഒരു പ്രേതം. ஒன்றுமே ஏன் சந்தோஷத்துக்காக ஆழ்ந்தில்லை. കല്ലിന് വില പറഞ്ഞു വരുന്നവരെക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഉടമ്പുക്ക് വില പറയുന്നവരായപ്പോൾ രാത്രി തൂങ്ങുறதுக்கு കൂടി പേടിയായിരുന്നു. മാനം പോയൊരഴുതത് யாரும் கேட்டில்லை. எங்களுக்காக பேசுறதுக்கும் யாரும் உண்டாயில்லை. என்ன அக்காவை கூட அவ வழியோரத்திலே வேலை செஞ்சு ராத்திரி அங்கேயே தூங்குறவதா நாங்க. தமிழர் தான், அடியாளங்க தான். இருந்தாலும் நாங்களும் பொண்ணுங்களா. கேவலமா தான் எல்லாரும் பார்க்கறது. மானத்தை காப்பாத்த வழி என்னன்னு தெரியாம இருக்கும்போது தான் தெரிஞ்சுக்கிட்டேன். கருப்பழிக்கிறவனுக்கு கூடி சத்ததுக்கு அப்புறம் பேயாவே வந்தா பயம். ஆத்மா பயம் காட்டும்னு. அந்த பயம்தான் எங்களை நிம்மதியா வாழ வச்சது. அதனால நான் செஞ்சது எனக்கு தப்பா தோணல. Huh?